അങ്ങനെ അടികിട്ടി ഒതുങ്ങുന്ന ഇനമല്ല ജിൻഡോ. 16 വെട്ടിമുറിച്ച് താഴെ ഇട്ടാലും പെട്ടെന്ന് കൂടിച്ചേർന്ന് എണീറ്റ് വരുന്ന ഐറ്റമാണ് ജിൻഡോ. അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോയെ അങ്ങനെയൊന്നും ഒതുക്കാൻ പറ്റില്ല. ഇന്നത്തെ പ്രൊമോ തന്നെ കണ്ടാൽ അറിയാം, തനിക്ക് പറയാനുള്ളതൊക്കെ ആരോടാണെങ്കിലും ജിൻഡോ പറയും. ജാസ്മിനെ തന്നെയാണ് ഇന്നും ജിൻഡോ ഇരയായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് ലാലേട്ടന് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ടല്ലോ, ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ടാസ്ക്. അതിലും നമ്മുടെ ജിൻഡോ വിളിച്ച് ചാർജ് ചെയ്യുന്നത് ജാസ്മിനെ തന്നെയാണ്. എത്ര ചാർജ് കയറ്റി കൊടുത്താലും ഒന്നും മനസ്സിലാവില്ലെന്നൊക്കെയാണ് വന്ന് പറയുന്നത്. എന്താണ് പറയണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ജാസ്മിൻ തന്നെയാണ് ജിൻഡോയുടെ തുടർന്നുമുള്ള ഇര എന്ന് ഉറപ്പ്. ഇതിൽ ആര് വേട്ടക്കാരനാണ് ആര് ഇരയാണെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും ജിൻഡോ അങ്ങനെ അടിച്ചിരുത്തി എന്നും പറഞ്ഞ് ഇരിക്കാനും ഒതുങ്ങാനും റെഡിയല്ല. ഓരോ തവണ അടിച്ചിരുത്തുമ്പോഴും ജിൻഡോ വീര്യത്തോടെ മടങ്ങി വന്നാണ് പതിവ്. ജിൻഡോ ഗെയിം സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരേ ലെവലിൽ കളിക്കുന്ന ആളല്ല. ഈ ആഴ്ച ഒരു സ്ട്രാറ്റജി എങ്കിൽ അടുത്ത ആഴ്ച വേറെ സ്ട്രാറ്റജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോ അങ്ങനെ ഒരു സൈഡിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.